ഹായ് ആമീസ്, വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞുല്ലേ? പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ട്രെൻഡ് വേൾഡ് കപ്പ് തന്നെയാണ്. ഇൻസ്റ്റഗ്രാമിൽ 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വീഡിയോയായി മാറിയിട്ടുണ്ട് ഐഷോ സ്പീഡ് BTSനെ മീറ്റ് ചെയ്യുന്ന ഈ വീഡിയോ. ബട്ട് ഒഫീഷ്യലി കൺഫേംഡ് അല്ല. ഇതിനോടകം തന്നെ 330 മില്യൺ ആളുകളാണ് ആ വീഡിയോ കണ്ടിരിക്കുന്നത്. BTSനെ കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ആ ഒരു വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നത്. വേൾഡ് കപ്പിലെ ഹാഫ് ടൈം ഷോയില് അവരുടെ ആ ഒരു പ്രസൻസ് എല്ലാവരും എൻജോയ് ചെയ്തു. ശരിക്കും ഹാഫ് ടൈം ഷോയുടെ ഗ്രാഫ് തന്നെ ഉയർത്തിയത് BTS ആണെന്ന് തന്നെ പറയാം. എന്നിട്ടും ഒളിഞ്ഞും തെളിഞ്ഞുള്ള കുറ്റപ്പെടുത്തലും കളിയാക്കലും. എന്നാൽ ഈ ഷോ തന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ട്. അതില് ബാസ്റ്റൂൾ സ്പോർട്സിന്റെ ഓണറായ ഡേവ് പോർട്ടനോയ് BTSനെതിരെ നടത്തിയ വിവാദ പരാമർശത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇയാൾ ഹാഫ് ടൈം ഷോയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: കളി വളരെ ബോറായിരുന്നു, അതുകൊണ്ട് തന്നെ ഫൈനലിൽ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന ഭാഗം ഒരുപക്ഷെ ഈ ഹാഫ് ടൈം ഷോ ആയിരിക്കാം. എന്നിരുന്നാലും ഷോ വൻ വിജയമായിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റിൻ ബീബർ എന്തിനാണ് അങ്ങനെ ഒരു സ്ലോ സോങ് അവിടെ പാടിയതെന്നും ആ ഒരു ഷോയ്ക്ക് ഒട്ടും മാച്ച് അല്ലായിരുന്നു ആ സോങ് എന്നും ഇയാൾ പറയുന്നുണ്ട്. എന്നാൽ BTSനെ കുറിച്ച് അയാൾ പറഞ്ഞത് BTS ഭയങ്കര പോപ്പുലർ ഒക്കെ തന്നെ, പക്ഷെ ആരാണ് ഇവരുടെ ഫാൻസ്? ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള പെൺകുട്ടികളാണോ ഇവരെയൊക്കെ ഇഷ്ടപ്പെടുന്നത് എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. പിന്നെ ഇയാളുടെ ഒരു സ്റ്റാൻഡ് എന്താന്ന് വെച്ചാൽ, പണ്ടുണ്ടായിരുന്ന ഒരു വെസ്റ്റേൺ ബോയ് ബാൻഡിന്റെ ലുക്ക് എന്ന് വെച്ചാൽ ഒരു ടഫ് ലുക്ക് ആയിരുന്നു. എന്നാൽ BTSനെ കണ്ട അങ്ങനെയൊന്നും തോന്നില്ല, അവർ ടീനേജ് പെൺകുട്ടികളെ പോലെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു കളിയാക്കുന്ന ടോണിലായിരുന്നു അയാളുടെ ഒരു ടോക്കിംഗ് സ്റ്റൈൽ. അയാൾ ഷക്കീറയും ബർണ ബോയിയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ BTSോ അങ്ങനെ ഒരു പെർഫോമൻസിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒരു ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസിനെ വിലയിരുത്താനും അതിൽ അഭിപ്രായം പറയാനും എല്ലാവർക്കും അവകാശമുണ്ട്. അല്ലാതെ അവരുടെ ബോഡി ടൈപ്പോ അപ്പിയറൻസോ കളറോ ഒന്നുമല്ല അവിടുത്തെ പ്രശ്നം. അയാളുടെ ആ ഒരു സംസാരം കാണുമ്പോൾ തന്നെ അത് കൃത്യമായ പരിഹാസമാണെന്ന് ആർക്കും മനസ്സിലാകും. ആ ഒരു വലിയ ഷോയിൽ BTSന്റെ സ്റ്റേജ് പ്രസൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അവിടെ ഉണ്ടായിരുന്ന കാണികളുടെ ആർപ്പുവിളികൾ മാത്രം കേട്ടാൽ മതി. യൂട്യൂബിലും ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് BTSന്റെ ഈ ഷോ തന്നെയാണ്. ഇയാളെ പോലെയുള്ളവർ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് BTSനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇത്രയും വലിയൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഇത്തരത്തിലുള്ള ബോഡി ഷെയ്മിങ്ങും പരിഹാസവും നടത്തിയത് ഒട്ടും ശരിയായില്ല. മാത്രമല്ല, 30 വയസ്സുള്ള മുതുക്കന്മാരെ ടീനേജ് ഗേൾസ് എന്ന് വിളിച്ചതിൽ ഞങ്ങൾ ആർമീസിന് പ്രത്യേക പ്രതിഷേധമുണ്ട്. മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. പലർക്കും ഈ ഹാഫ് ടൈം ഷോ എന്തിനാന്ന് പോലും അറിയാത്തവരുണ്ട്. അന്ന് പെർഫോം ചെയ്ത ആർട്ടിസ്റ്റുകളൊന്നും 5 പൈസ പോലും പ്രതിഫലം വാങ്ങാതെയാണ് സ്റ്റേജ് കയറിയത്. അതിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് മുഴുവൻ ഫിഫയുടെ ചാരിറ്റിയിലേക്കാണ് പോകുന്നത്. 2 ദിവസത്തെ കൺസേർട്ടിന് ശേഷം വെറും 24 മണിക്കൂറിനുള്ളിലാണ് അവർ ഈ ഷോയ്ക്ക് വേണ്ടി എത്തിയത്. പ്രോപ്പർ റെസ്റ്റ് പോലും കിട്ടാതെയാണ് അവർ പെർഫോം ചെയ്തത്. എന്നിട്ടും അത് അവരുടെ പെർഫോമൻസിനെ ബാധിച്ചതേയില്ല. ലിറ്ററലി ഒരു പവർ പാക്ക് ഷോ തന്നെയായിരുന്നു അത്. ഇനി ഞാൻ വേറൊരു വീഡിയോ കാണിക്കാം. വേൾഡ് ഫേമസ് കൊറിയൻ മ്യൂസിക്കൽ ബ്രാൻഡാണ് BTS. ആർമി എന്നുള്ള പേരിലാണ് അവർ ഫാൻസുകൾ അറിയപ്പെടുന്നത്. നമ്മുടെ വീട്ടിലെ കൊച്ചു മക്കൾ എല്ലാ ഇറ്റിങ്ങളും ഫാൻസാണ്. നമ്മുടെ കുടുംബത്തിൽ 2 പേരുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അവരോട് ഭ്രാന്ത് എന്ന് പറഞ്ഞു. പക്ഷെ ഭ്രാന്തനൊക്കെ വലിയൊരു സംഭവമാണ്. കുറ്റം പറഞ്ഞവരൊക്കെ ഇതുപോലെ മാറ്റി പറഞ്ഞിട്ടേ ഉള്ളൂ. അവരുടെ കഴിവ് കൊണ്ട് അവരത് മാറ്റി പറയിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. മറ്റൊരു കാര്യം പറയാം. ജന്തർ മന്ദിറിൽ പ്രൊട്ടസ്റ്റ് നടക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. 23 ലക്ഷം കുട്ടികൾ എഴുതിയ ഒരു നീറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ലീക്കായത്. ആ എക്സാം ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥ വരെ എത്തി. ഒരുപാട് കുട്ടികൾ ഇതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തു. ഈ ഒരു അനിശ്ചിതത്വത്തിനെതിരെ CJPയുടെ നേതൃത്വത്തിലാണ് അവിടെ പ്രൊട്ടസ്റ്റ് എടുക്കുന്നത്. ഇവിടെ ചിലർക്ക് ഇപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്തിട്ട് എന്തിനാ, പിള്ളേരല്ലേ 2 എണ്ണം കിട്ടുമ്പോൾ എണീറ്റ് പൊക്കോളും. ചിലർക്ക് എന്തിനാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പോലും അറിയില്ല. നമ്മൾ ഓരോരുത്തരും ഇപ്പോഴെങ്കിലും ഇതിനെതിരെ ശബ്ദമുയർത്തിയില്ലെങ്കിൽ നമ്മുടെ ഭാവി വലിയൊരു ചോദ്യചിഹ്നമായി മാറും. So guys, let's speak yourself. Just speak yourself.